ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു ആഗ്രഹ സാഫല്യത്തിൻ്റെതാണ്. കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒരു യാത്ര, അതും നാലമ്പല ദർശനം. കർക്കിടക മാസത്തിൽ രാമായണം പോലെ തന്നെ പ്രാധാന്യമായിട്ടുള്ള ഒന്നാണ് നാലമ്പല ദർശനം. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് ചേർന്നിട്ട് നാലമ്പല ദർശനത്തിനായിട്ട് പോവുകയാണ്. ആദ്യമായി പോകുന്നത് തൃപ്രയാർ അമ്പലത്തിൽ ശ്രീരാമ ദർശനത്തിന് വേണ്ടിയിട്ടായിരുന്നു. അത്യാവശ്യം 1-1.5 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നു. എങ്കിലും വളരെ നന്നായി തന്നെ ഭഗവാനെ തൊഴാൻ സാധിച്ചു എന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ അവിടുത്തെ പുറത്തെ കാഴ്ചകളും കുറച്ച് നേരമൊക്കെ കണ്ടു. ഒരു വെളുപ്പിന് 3-4 മണിക്ക് ഞങ്ങൾ അവിടെ ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾക്ക് അവിടെ ഒരു 5 മണിക്ക് ദർശനം കഴിഞ്ഞ് ഇറങ്ങാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് നേരെ കൂടൽമാണിക്യ ക്ഷേത്രത്തിലാണ്. ഭരതസ്വാമിയെ കാണാൻ വേണ്ടിയിട്ടാണ്. സ്വാമിയെയും വളരെ നന്നായിട്ട് കണ്ടു. അത്ര വലിയ തിരക്കൊന്നും കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൂടൽമാണിക്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ആദ്യമായിട്ടാണ് ഈ അമ്പലം കാണുന്നത്. അമ്പലവും അമ്പല പരിസരവും എന്താ ഭംഗിയല്ലേ കാണാനായിട്ട്. കൂടൽമാണിക്യ ക്ഷേത്രം പരിസരമൊക്കെ വളരെയധികം പച്ചപ്പ് നിറഞ്ഞതും, പിന്നെ എന്താ അവിടെ വലിയൊരു നല്ല കുളം. ആ കുളം ഭയങ്കരമായിട്ടൊരു ഹൈലൈറ്റ് തന്നെയാണ് അമ്പലത്തിൻ്റെ. ആ കുളത്തിൽ നിറച്ച് മീനുകളും, പിന്നെ അവിടുത്തെ അമ്പലത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറും വൈറ്റ് കളറിൽ പെയിൻറ്റ് ചെയ്തിട്ട് വളരെ നല്ലൊരു അമ്പലം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അമ്പലത്തിനകത്തുള്ള കുറച്ച് നല്ല പെയിൻറ്റിങ്സും വീഡിയോസ് എടുക്കുന്നത് കുറച്ച് അമ്പലത്തിനകത്ത് എടുക്കാൻ കഴിയില്ല എങ്കിൽ കുറച്ച് ഭാഗമൊക്കെ എടുക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത് മുഴിക്കുളം ലക്ഷ്മണസ്വാമിയെ കാണാനാണ്. ലക്ഷ്മണസ്വാമിയെ കാണാനായിട്ട് മുഴിക്കുളത്ത് പോയി. അവിടെയും വലിയ തിരക്കൊന്നുമില്ലാതെ തന്നെ ദർശനം നടത്തി തിരിച്ചു വരാൻ സാധിച്ചു. ഭയങ്കര സന്തോഷം തോന്നി ഈ 3 അമ്പലങ്ങളും പോയപ്പോൾ. അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് എങ്ങോട്ടാ, ലാസ്റ്റ് ശത്രുഘ്നൻ സ്വാമിയെ കാണാൻ പോയപ്പോൾ അയ്യോ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഒരു 3-4 മണിക്കൂറോളം ഞങ്ങൾ ശത്രുഘ്നൻ സ്വാമിയെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത്രത്തോളം ഭയങ്കരമായിട്ടുള്ളൊരു ക്യൂ ആയിരുന്നു അവിടെ. കുറേ സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പക്ഷേ നന്നായിട്ട് തന്നെ ദർശനം നടത്തി ഞങ്ങൾക്ക് തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് സാധിച്ചു. പിന്നെ അവിടെ പരിസരത്ത് ഒത്തിരി ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി വളരെ ഭംഗിയായിട്ട് 4 അമ്പല ദർശനം. 4 അമ്പലങ്ങളിലും ശ്രീരാമസ്വാമിയെയും ലക്ഷ്മണസ്വാമിയെയും ഭരതസ്വാമിയും എല്ലാവരെയും കണ്ട് തിരിച്ച് ഞങ്ങൾ തൃശ്ശൂർ വന്നിട്ട് നേരെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തി.